ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്. നമുക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് സ്റ്റേറ്റിന് എഗെയിൻസ്റ്റ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആർട്ടിക്കിൾ 12 പറയുന്നത് എന്താണ് സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യം ഓർക്കുക, ആർട്ടിക്കിൾ 12 പറയുന്ന സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 പാർട്ട് 4 ഉള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. ഓക്കെ, അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 പാർട്ട് 4 ഉള്ള സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ് ആർട്ടിക്കിൾ 12 പറയുന്നത്. ഓക്കെ, അപ്രകാരം ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്നുള്ളതിനകത്ത് വരുന്നത് 4 കാര്യങ്ങളാണ്. ഒന്നാമതായിട്ട് വരുന്നത് ദ ഗവൺമെൻറ് ആൻഡ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ, അതായത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ് വിങ്സിനെയാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ദ ഗവൺമെൻറ് ആൻഡ് ലെജിസ്ലേച്ചർ ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഓർഗൻസിനെയാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത്. മൂന്നാമതായിട്ടുള്ളതാണ് ലോക്കൽ അതോറിറ്റീസ്. ലോക്കൽ അതോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുനിസിപ്പാലിറ്റികളുണ്ട്, പഞ്ചായത്തുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ലോക്കൽ അതോറിറ്റീസ് എന്ന് പറയുന്നത്. നാലാമതായിട്ടുള്ളതാണ് അതർ അതോറിറ്റീസ്. അതർ അതോറിറ്റീസിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? അതർ അതോറിറ്റീസ് എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഒത്തിരിയധികം കേസുകളും അതിൻ്റെ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് അതർ അതോറിറ്റീസ് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാം: സ്വന്തമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുവാനും അത് അഡ്മിനിസ്റ്റർ ചെയ്യുവാനും അത് ഡിസൊബീഡിയൻസ് ചെയ്യുന്ന സാഹചര്യത്തിൽ പണിഷ് ചെയ്യാൻ പവറുള്ള ഏതൊരു ഓർഗനെയും നമുക്ക് അതർ അതോറിറ്റീസ് എന്ന് വിളിക്കാം. ഇത് കൂടാതെ തന്നെ സ്റ്റേറ്റിൻ്റെ ഇൻസ്ട്രുമെൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഏജൻസികളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം? നമുക്ക് അതർ അതോറിറ്റീസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഈ അതർ അതോറിറ്റീസിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റീസ് പറയാം, LIC പറയാം, ONGC പറയാം. ഇതൊക്കെ അതർ അതോറിറ്റീസിനകത്ത് വരും. അപ്പം ഈ 4 കാര്യങ്ങളെയാണ് ആർട്ടിക്കിൾ 12 പ്രകാരമുള്ള സ്റ്റേറ്റ് എന്നുള്ളതിനകത്ത് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാത്രമാണ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 12 എന്താണ്? സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്ലെയിം ചെയ്യാൻ സാധിക്കുക സ്റ്റേറ്റിനെതിരെ മാത്രമാണ്. അതിൽ ആ സ്റ്റേറ്റിൻ്റെ ഡെഫിനിഷനാണ് ആർട്ടിക്കിൾ 12 കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളോ എനിക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിലോ അത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റും ചെയ്യുക. ഓക്കെ, താങ്ക് യു.